നമസ്കാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജനാധിപത്യ ഭരണക്രമത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ, എന്തെങ്കിലും പ്രയോജനം ഈ ഭരണം കൊണ്ട് കിട്ടുന്നുണ്ടോ എന്നത്. ഈ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി ഞാനൊരു കാര്യം കണ്ടെത്തുന്നതല്ല. ഇപ്പോഴിതാ DGP, ADGP തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു സുപ്രധാന കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനമെടുക്കുന്നത് ആ യോഗം വിളിച്ചു കൂട്ടിയപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പലപ്പോഴും അതിൻ്റെ സീരിയസ് കൂടുതൽ മനസ്സിലാകുന്നത്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പലതവണ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ പോസ്കോ കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്നാൽ പോസ്കോ കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നെങ്കിലും ആ പോസ്കോ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറഞ്ഞും വരുന്നു. തുലവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാര്യം ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴെല്ലാം സർക്കാരിനെ വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ് മാധ്യമങ്ങൾ ഒരു ഗൂഢാലോചന നടത്തുന്നതാണ്, മാധ്യമങ്ങൾ വെറുതെ പറയുന്നതാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഭരണതലത്തിൽ നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ ഞങ്ങൾ പറഞ്ഞ മാധ്യമപ്രവർത്തകർ പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പോസ്കോ കേസുകൾ ഇങ്ങനെ കുറയാൻ കാരണമെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഈ പ്രതികൾ സ്വാധീനിക്കുന്നു, ഇരകളെ സ്വാധീനിക്കുന്നു, ഇരകളുടെ ബന്ധുക്കളെ സ്വാധീനിക്കുന്നു. അങ്ങനെ സ്വാധീനിച്ചിട്ട് അവർക്ക് തുകകൾ വാഗ്ദാനം ചെയ്യുന്നു, വൻ തുകകൾ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ പോസ്കോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വൻ കൈകൾ ശ്രമിക്കുന്നു എന്നൊക്കെ തന്നെയാണ് ഞങ്ങൾ മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതാ ADGP DGP DGP ഇപ്പോൾ ADGP തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് പോസ്കോ കേസ് ഇത്തരത്തിൽ ഇങ്ങനെ ശിക്ഷ കുറയാൻ കാരണം കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇത് ഇരകളെ അല്ലെങ്കിൽ അതിജീവിതകളെ സ്വാധീനിക്കുകയും വലിയ ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തും ഒക്കെ കേസിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെടുന്നു എന്നതും ആണ് സത്യം. നമ്മൾ നോക്കുക, ജനാധിപത്യ ക്രമത്തിൽ ഒരു പോലീസ് സംവിധാനമുള്ള, ഒരു നിയമ സംഹിതയുള്ള ഒരു നാട്ടിൽ ഇതാണ് നടക്കുന്നത്. കുറ്റവാളികൾ തന്ത്രപൂർവ്വം പണമുള്ളതും സ്വാധീനമുള്ളവർ രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ്. കാരണം ഇവിടെ പോസ്കോ കേസ് ആകപ്പാടെ ശിക്ഷിച്ചത് ആലുവയിലെ ഒരു കേസിലാണ്. അത് ഒരു അന്യസംസ്ഥാനക്കാരനായിരുന്നു പ്രതി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇപ്പോൾ 6 വയസ്സുകാരി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്നിട്ട് അവൻ വളരെ സുഖമായിട്ട് ഇറങ്ങിപ്പോയി, കുറ്റവാളിയല്ല എന്ന് കോടതി വിധിച്ചു. അതിൽ നിന്നും ആ ഒരു കേസും കൂടെ വന്നപ്പോഴാണ് ഞങ്ങൾ മാധ്യമങ്ങൾ ഇതിൽ ഇടപെട്ട് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും വാർത്തകൾ ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ ഇതാ DGP വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ADGPമാർ തന്നെ പറയുന്നു, PPമാർ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഈ പോസ്കോ കേസിനെ ഇല്ലാതാക്കാനും അതിനെ തേച്ചുമാച്ച് കളയാനും അതിനെ ഒത്തുതീർപ്പാക്കാനും ശ്രമിക്കുന്നു എന്ന് ADGP തന്നെയാണ് DGPക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, എത്ര ഗുരുതരമാണ് നമ്മുടെ നാട്ടിലെ സമ്പ്രദായങ്ങൾ, സംവിധാനങ്ങൾ എന്നത്. PPമാരെ വെച്ചിരിക്കുന്നത്, ശമ്പളം കൊടുത്ത് സർക്കാർ PPമാരെ വെച്ചിരിക്കുന്നത്, പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ വെച്ചിരിക്കുന്നത് ഈ നിയമം അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടരുത് എന്നുള്ളതും ഒരു ഗവൺമെന്റിന്റെ, ഒരു സ്റ്റേറ്റിന്റെ കടമയാണ്. ഇരയാക്കപ്പെട്ട സ്റ്റേറ്റിന്റെ ഇരയാക്കപ്പെട്ട ഒരു പ്രതിയാൽ ഇരയാക്കപ്പെട്ട ഒരു പൗരന് നിയമസഹായം നൽകുക എന്നത് സ്റ്റേറ്റിന്റെ കടമയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ PPമാരെ നിയമിച്ച് PPമാർ ഈ കേസുകൾ കൈകാര്യം ചെയ്യണം എന്നത് നമ്മൾ കാണുന്നു. നമ്മൾ കണ്ടതാണ്, ഒരു നല്ല ഒരു PP സജീവമായി നിന്നതുകൊണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ നിന്നതുകൊണ്ട് മധു കൊലക്കേസ് എവിടം വരെ എത്തി നമുക്കറിയാം. മധുവിനെ പോലുള്ള പാവങ്ങൾക്ക് ഒരു വക്കീലിനെ വെച്ചോ, കോടതിയിൽ കാശ് കൊടുത്തും ഫീസ് കെട്ടിവെച്ചോ, വക്കീലന്മാർക്ക് ഫീസ് കൊടുത്തോ കേസ് നടത്താൻ കഴിയില്ല. അങ്ങനെയുള്ള ഈ എപ്പോഴും വളരെ ദരിദ്ര അനുഭവിക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പലപ്പോഴും ഇത്തരം കേസുകളിൽ, പ്രത്യേകിച്ച് പോസ്കോ കേസുകളിൽ ഇരകളാക്കുന്നത്. അവർക്ക് നിയമസഹായം എന്നത് അവരുടെ അടുത്ത് പോലും എത്തില്ല. കാരണം അവർക്കത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് PPമാരെ വയ്ക്കുന്നത്. അപ്പോൾ സർക്കാർ ശമ്പളം പറ്റിക്കൊണ്ട് പ്രോസിക്യൂട്ടർമാർ ഈ വൃത്തികെട്ട പരിപാടി വക്കീലന്മാർ ചെയ്യുക എന്നത് നിയമവ്യവസ്ഥയോട് അവർ കാണിക്കുന്ന വെല്ലുവിളിയാണ്. അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്ത അല്ലെങ്കിൽ ഓത്ത് എടുത്ത ആ ഒരു സംവിധാനം, അതായത് അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുമ്പോൾ അവർ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിനെ
ഇതിനെതിരെ ഒരു വലിയ നടപടി എടുക്കാൻ തന്നെയാണ് ഇപ്പോൾ പിന്നെ ADGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ADGP ഇത്തരം കാര്യങ്ങൾ പിന്നെ കണ്ടെത്തണമെന്നും കൂടുതൽ ഈ പോസ്കോ കേസുകളുടെ ഫയലുകൾ കൂടുതൽ എടുക്കണമെന്നും പഠിക്കണമെന്നും വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ഇപ്പോൾ DGP ആവശ്യപ്പെട്ടിരിക്കുകയാണ്.